വിഷുപ്പുലരിയിൽ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിശ്വാസികൾക്ക് 1008 കൂവളം തൈകൾ കൈനീട്ടമായി നൽകും. ശിവപ്രസാദം എന്ന പേരിലാണ് അപൂർവവും സവിശേഷവുമായ പദ്ധതി നടപ്പിലാക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. നീലേശ്വരത്തെ ജീവനം പദ്ധതിയും പരിസ്ഥിതി പ്രവർത്തകരുമാണ് പിതൃസ്മരണ മുൻനിർത്തിയുള്ള പുതുമയാർന്ന ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും ഭജനസമിതിയും ക്ഷേത്രം ജീവനക്കാരും പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട്. കൂടാതെ ക്ഷേത്ര പരിസരത്തുള്ള സാമൂഹിക സാംസ്കാരിക സംഘടനയായ യുവശക്തി ക്ലബ്ബും ആവശ്യാനുസരണമുള്ള സേവനം നൽകുന്നു. മഹത്തരവും മാതൃകയുമായ ഈ കർമ്മപരിപാടിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10 മണിയോടെ ക്ഷേത്ര നടരാജ മണ്ഡപത്തിനരികിൽ വെച്ച് മേൽശാന്തി നവീൻ ചന്ദ്ര കയർത്തായ നിർവഹിച്ചു. ഭാരതം എന്ന് വെച്ചാൽ തന്നെ പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്, പ്രകൃതിയെ അമ്മയായി കരുതുന്നവരാണ്. വൃക്ഷത്തെ നമ്മൾ ആരാധിക്കും, നാഗങ്ങളെ ആരാധിക്കും, പശുക്കളെ ആരാധിക്കും, നദികളെ ആരാധിക്കും. സർവ്വചരാചരങ്ങളെയും, ചലിക്കുന്ന വസ്തുക്കളെയും മധുരമായുള്ള വസ്തുക്കളെയും, സൂര്യനെയും ചന്ദ്രന്മാരെയും ആരാധിക്കും. സർവ്വതനെയും ആരാധിക്കുന്നവരാണ് ഭാരതീയർ. അപ്പോൾ അതിനെല്ലാം നൂലിൽ മണികൾ ഇപ്പോൾ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതാണ് ഓർത്തിരയണമെന്ന് കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞ പോലെ ഇതിനൊക്കെ ആധാരമായിട്ടുള്ള ഒരു പരമാത്മാവിനെ അച്ഛനായും പ്രകൃതിയെ ഭാരതമാതാവായും കാണുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ വളർന്നു വരുന്നത്. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ മുല്ലച്ചേരി അധ്യക്ഷനായി. ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാന മെമ്പർ സെക്രട്ടറിയും DYSPയുമായ ഡോക്ടർ V ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി ഔഷധ ഗുണമുള്ള കൂവളം തൈ വീട്ടുവളപ്പിൽ നട്ടുവളർത്തുന്നത് എല്ലാം കൊണ്ടും വളരെ നല്ലതാണെന്നും ഇതൊരു അനിവാര്യമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂവളത്തെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. കൂവളം കെട്ടിടം നാരി നശിച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചൊല്ലൊക്കെ ഉണ്ട്. പല വീട്ടിലും പഴയ ആൾക്കാർക്കൊക്കെ അത് അറിയാം. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയോ? ഇത് ചെയ്യാൻ കാരണം ഈ കാവ് തീണ്ടുക അത് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചൊല്ലുണ്ടാക്കിയത്. അതേപോലെ വീട്ടിലുള്ള സ്ത്രീകൾ കൂവളത്തെ ഭംഗിയായിട്ട് നട്ട് നനച്ച് വളർത്തും എന്നുള്ളൊരു ഉറപ്പ് കിട്ടാനാണ് അത് നശിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു ചൊല്ല് പണ്ടുണ്ടാക്കിയത്. അതിൽ വലിയ കാര്യമില്ല. ഇന്ന് നമ്മൾ സ്ത്രീകളെ മാത്രമല്ല ഇത് ഏൽപ്പിക്കുന്നത്. ഈ നാട്ടിലുള്ള സകലമായ സംവിധാനങ്ങളും ഇതിൻ്റെ സംരക്ഷണത്തിനായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സുരേന്ദ്രൻ കോട്ടിക്കുളം, ട്രഷറർ ചന്ദ്രൻ വെടിത്തറക്കാൽ, മാതൃസമിതി പ്രസിഡന്റ് ലതാഗംഗൻ, സെക്രട്ടറി ഉമാചന്ദ്രൻ, ട്രഷറർ വള്ളി മണികണ്ഠൻ, സാമൂഹ്യ പ്രവർത്തക ശ്രീജ പാലക്കുന്ന് എന്നിവർ അതിഥികളായി പങ്കെടുത്തു. വൃക്ഷത്തൈകൾ തയ്യാറാക്കിയ ജീവനം പദ്ധതിയുടെ ഉപജ്ഞാതാവും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞുമൂലയെ വേദിയിൽ വെച്ച് DYSP ഡോക്ടർ ബാലകൃഷ്ണൻ ആദരിച്ചു. കൂവളം എന്ന് പറയുന്നത് അടിമുടി ഔഷധയോഗ്യമായ ഒരു മരമാണ്. അതിൻ്റെ കൂവളം നമ്മളെ പറമ്പിൽ വെക്കണമെന്ന് വാസ്തുശാസ്ത്രം തന്നെ പറയുന്നത്. കൂവളവും അതേപോലെ തന്നെ അശോകവും. കൂടാതെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഇലയിൽ ഏശി വരുന്ന കാറ്റേശിയാൽ തന്നെ നമ്മളെ ആരോഗ്യദായകമാണ്. ഇത് ഒരുപാട് നമ്മുടെ ദശമൂലത്തിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ചേരുവയിൽ ഇതിൻ്റെ വേര് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഉദരക്രമി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ഈ കൂവളത്തിനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ട്രസ്റ്റി അംഗം അജിത് സി കളനാണ് ആമുഖ ഭാഷണം നടത്തിയ പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തകയായ ജയന്തി ടീച്ചർ സ്വാഗതം പറഞ്ഞു. വിഷുദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂവളം തൈകൾ കൈനീട്ടമായി നൽകും. ന്യൂസ് ബ്യൂറോ, ഉദുമ.